ഒരു വലിയ സ്വപ്നം, ഒരു പുതിയ തുടക്കം. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു കൈത്താങ്ങായി പഴയന്നൂർ ബ്ലോക്ക് എക്സ് സർവീസ് മെൻ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒപ്പമുണ്ട്. ആകർഷകമായ ചിട്ടി പദ്ധതികളിലൂടെ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ സുരക്ഷിതമാക്കാം. കൂടാതെ കുറഞ്ഞ പലിശയിൽ സ്വർണ്ണ പണയ വായ്പയും. മരുന്നുകൾക്ക് 18% വരെ വിലക്കുറവുള്ള സൈനിക് നീതി മെഡിക്കൽ സ്റ്റോറും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ PJ പോൾസൺ സ്മാരക വിമുക്ത ഭടഭവൻ, തോന്നൂർക്കര. കേരള പോലീസിന്റെ നരനായാട്ടിനെതിരെ ഷൊർണൂർ DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള പോലീസിന്റെ നരനായാട്ടിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇന്ന് രാവിലെ 11 മണിയോടെ തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് DYSP ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു. തന്നെ അപമാനകരമാവുന്ന വിധത്തിൽ കേരളത്തിന്റെ 65,000-ഓളം വരുന്ന പോലീസ് സേനയ്ക്ക് മുഴുവൻ കളങ്കം വരുത്തുന്ന തരത്തിലുള്ള സമീപനവുമായാണ് കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇതിന്റെ തൊട്ടടുത്ത പ്രദേശമായ കുന്നംകുളത്തെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്തിനെ 2 വർഷങ്ങൾക്ക് മുമ്പ് അതിദാരുണമായി മർദ്ദിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ചൊവ്വന്നൂർ പ്രദേശത്തെ ഒരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ജോലി ചെയ്യുന്ന മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്ത് അവരുടെ പ്രദേശത്തെ 2 ചെറുപ്പക്കാരെ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് പോവാൻ പോലീസ് തുനിഞ്ഞപ്പോൾ അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ആ സുജിത്തിനെ ആ സ്ഥലത്ത് വെച്ചും അതിനുശേഷം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയും അതിക്രൂരമായ രീതിയിലാണ് അന്നത്തെ SHO പട്ടാമ്പിക്കാരനായ ഷാജഹാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അതിദാരുണമായ രീതിയിലാണ് മർദ്ദിക്കുകയുണ്ടായത്. 2 വർഷം നീണ്ട നിയമ പോരാട്ടത്തിലൂടെ അതിന്റെ CCTV ദൃശ്യം പുറത്തെടുത്തപ്പോഴാണ് അതിന്റെ കാഠിന്യത്തെക്കുറിച്ച്, അതിന്റെ വലുപ്പത്തെക്കുറിച്ചൊക്കെ ഈ സമൂഹം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അതിലെ കാരണക്കാരായി അതിന് നേതൃത്വം കൊടുത്ത 4 പോലീസ് ഉദ്യോഗസ്ഥരെ. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും വടക്കാഞ്ചേരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കൊണ്ടുപോയ പോലീസുകാർക്കെതിരെയും നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടു പോകാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അരമണിക്കൂറോളം നീണ്ട ജലപീരങ്കി പ്രയോഗത്തിനിടെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ്, വിനോദ് കളത്തൊടി, ആഷിഖ്, സുധീഷ് എന്നിവരുൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ഡെസ്ക് CCV.